சாமி தோப்பு தலைமைப்பதி சாலை. இங்கே சில சாமிகள் இருக்கிறார்கள், அவர்களை பார்ப்போம். சாமி வணக்கம். சாமி எந்த ஊர்? ஆற்றுகால் பக்கம். ஓ, ஆற்றுகால். ஆற்றுகால் பகவதி அம்மன் கோயில் பக்கமா? ஆமாம் ஆமாம். சரி சாமி, நம்ம ஐயாவுடைய பெருமைகள் சொல்லுவீங்களா? ஐயாவோட பெருமைகள் சொல்லணும்னா அந்த நிறைய விஷயங்கள் இருக்கா, நிறைய விஷயங்கள் இருக்கு இல்லையா? ஆமாம். அது கொஞ்சம் காரியங்கள் சொல்லேன். நான் இங்கே பரிசமலையில் வந்ததாகும். ஓ, தவத்துக்கு வந்ததாகும். தவத்துக்கு வந்து எவ்வளோ வருஷம் ஆச்சு? 4 வருஷம் ஆச்சு. 4 வருஷம். அதே 4 வருஷம் கழிச்சு. 4 வருஷம் கழிஞ்சாச்சு இல்லையா? ஆமாம். சரி, அப்போ தவத்தினுடைய பெருமைகள் சொல்லுங்க சாமி எங்களுக்கு. தவத்தினுடைய பெருமைகள் இங்கே ஐயாவோட ஓரோ காரியங்கள் சொன்னால், நீ இங்கே நில்லு, உழைச்சி நில்லு, எனக்கு அந்த காரியங்களை செய்து தருவான். ஓ, அப்படி. உழைச்சி நில்லு. அந்த இங்கே நிறைய காரியங்கள் ஐயா നേരിട്ട് കണ്ടിരിക്കുക. ഓ, അപ്പോൾ സാമി മലയാളമാ? മലയാളം. മലയാളത്തിൽ പറഞ്ഞാലും മതി. അതെ, நிறைய കാര്യങ്ങൾ இங்கே உண்டு. സമയങ്ങൾ வெயிட் பண்ணணும். அப்போ தான் எல்லாம் ஐயா பொறுமை செய்ய தருவான். ஆத்திரப்படக்கூடாது, பிடிச்ச பிடி விடாத என்ன ஐயா ശിവശിവ എന്ന് ജപിച്ചിട്ട് ഇരിക്കണം. ஐயா ശിവശിവ എന്ന് ജപിച്ചിട്ട് ഇരി. അപ്പോൾ നിന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യ തരും. അതിന് கொஞ்சம் வெயிட் பண்ணணும். என்னதான் எல்லா காரியங்களும் செய்ய தருவோம். சோதனைகளை தாங்கணும். ஆமாம், சோதனை தாங்கி இருந்தால் தான் காரியங்கள் எல்லாம் கைகூடும். അപ്പോൾ இங்கே ശിവൻ അയ്യാൾ കൂടെ ഉണ്ട്, പാർവതി ദേവി അയ്യാൾ കൂടെ ഉണ്ട്. എല്ലാം ചേർന്ന ഒരു അവതാരം. അവതാരം വിഷ്ണു എല്ലാം. അതെ. പിന്നെ അതിൽ അവിടെ തെക്കർ 5 പേരുണ്ട്. തെക്കർ കന്യമാരാ? ഇല്ല, അത് പാരമ്പര്യം കുടുംബ തെക്കറാണ്. അത് തെക്കറെന്ന് ചൊല്ലുക. അത് അവിടെ 5 പേരുണ്ട്. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും രായും പകലും റൂമിലിരുന്ന് അഴിയിച്ചിരിക്കാം. റൂമിലിരുന്ന്. അപ്പോൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എല്ലാം നെഞ്ചിലടക്കി കൊണ്ടുപോയിട്ടിരിക്കുക. സമർപ്പിക്കണം. പിന്നെ ജീവിതം 2 മക്കളെ വളർത്തുന്ന 2 ആൺമക്കള് മാർക്കറ്റില് മൂട്ടയടിച്ച് വളർത്തുന്ന മക്കളാകും. മൂട്ടയടിച്ച് മാർക്കറ്റില് മൂട്ട അരിശി പഞ്ചാര മൂട്ടടിച്ച് വളർത്തുന്ന മക്കള് 18 വയസ്സിലെ വളർത്തുന്ന. പിന്നെ അതിൽ അവർ 3 പേരും നിനക്ക് പഞ്ചാരിയും ഇന്ന് 2 പിള്ളേരും പറഞ്ഞ് നീ പൊയ്ക്കോ, ഞങ്ങൾ പടച്ചോളാം എന്നവർ ചൊല്ലി. അങ്ങനെ നൈറ്റ് 12 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് 37, 38 വർഷം ആச்சு. 38 വർഷം ആச்சு വീട്ടിൽ ഇറങ്ങി. കൂടുതലത് ഇല്ല. അത് മറ്റു യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് തൊട്ടടുത്ത് ബി എം വാളിയിൽ 19 വർഷം ഉണ്ടായിരുന്നു. 19 വർഷം കഴിഞ്ഞ് എൻ്റെ ചട്ടം ഇതാക്കി പോയി. വേല ചെയ്യാൻ മുടിയില്ല. അങ്ങനെ അതും പരിസം വരെ വന്നത്. പരിസം വരെ വന്നത് 3 മാസം ഞാൻ കയറുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് അയ്യാട്ട വന്ന് സങ്കടപ്പെട്ട് അയ്യെങ്കിൽ ഇരിച്ചിരിക്കാം ഇவ்வளோ നാൾ. അപ്പോൾ അവർക്ക് അരുള് നല്ല ഇருக்கு. അതെ, അപ്പോൾ നല്ല ഇരിക്കാം. അയ്യാ മട്ടൻ ഉള്ളത് വേറെ ആരുമേ ഇരിക്കില്ല. ആരുമേ ഇല്ല. ഈ നിമിഷം ആരുമേ ഇല്ല. അയ്യാ മട്ടൻ ഒരു 50 രൂപ 20 രൂപ 30 രൂപ കിട്ടും. അത് റൂമിൽ കൊണ്ടുപോയി കഴിയാ. പിന്നെ വാഴ ഈ 4 വർഷം കൊണ്ട് കാട്ടറക്കട പമ്പിലിരിക്കുന്ന പയ്യൻ, എൻ്റെ തിരുത്തുള്ള പയ്യൻ തന്നെ. ആ പയ്യൻ എനിക്ക് 2000 രൂപ വാടക തരും. ആ വാടക മാറ്റി അങ്ങനെ അപ്പടിയേ കൊടുക്കും. റൂം വാടക. അപ്പോൾ എനിക്ക് അണ്ണനിക്കുള്ള ചെലവിന് അയ്യാ ഇന്നും തന്നിട്ടില്ല. ഒരു മാറ്റമില്ല. ഒരു മാറ്റം വരാതെ അയ്യാ ഇതുപോലെ എനിക്ക് യാതൊരു കുറവും പറ്റിയിട്ടില്ല. ഇല്ലല്ലേ. இங்க அன்னதானம் கிடைக்கும். அன்னதானம் இங்கே ஒன்றும் சாப்பிடல. எல்லா ரூமில் சமையல் பண்ணி தான் சாப்பிடுவோம். சொந்தமாக சமையல் பண்ணியதா? இங்கே வந்து 1 மாதம் சாப்பிட்டலாம். அதுக்கு பிறகு ரூம் எடுத்து தான் சாப்பிட்டு. சரி, இங்கே தங்கக்கூட வசதி இருக்கு இல்லையா? இல்லை, தங்கக்கூடாதா? அது കഞ്ചാവ് അരിയുണ്ട്, ക്വാർട്ടറുണ്ട്. இங்கே அந்த பொம்பளுள்ள ബന്ധമുണ്ട്. அதுக்கு ഞാൻ ഇല്ലേ. அப்படிப்பட்ட ஆட்கள் இங்கே இருக்கும். இங்கே இங்கே தரம் எடுக்கக்கூடாது. அவரை கூட சேர்ந்திരിക്കണം. അതെ, நிறைய പ്രശ്നങ്ങൾ ഇരിക്കാം. അയ്യായിട്ട് കുടിച്ചിട്ട് കരഞ്ഞിട്ടിരിക്കുക. ഇങ്ങനെ ഇരുന്ന് കരയണ സമയം ഉണ്ടെങ്കിൽ ഉറക്കം തൂക്കാൻ പറ്റുക. അപ്പോൾ തൂങ്ങിയിട്ടിരിക്കാം.
അത് എല്ലാം അതിന് പല പല രൂപങ്ങളും അതിനെ കാട്ടി തന്നിരിക്കുക. ഓ കാട്ടി തന്നിരിക്കില്ല. അതെ, അപ്പോൾ എനിക്ക് വന്നിട്ട് അമ്പലപ്പതി കാട്ടി തന്ന, മുട്ടപ്പതി കാട്ടി തന്ന, 2 സ്ഥലത്ത് നിങ്ങൾ കാശ് കിടക്കുമ്പം പോവുക, അവിടെ സങ്കടം ചൊല്ലുക, നേരെ എനിക്ക് പോയ ഓളം ഇങ്ങനെ വരണം. എനിക്ക് കേരളത്തിൽ പോയാലും ഓളം ഇങ്ങനെ വരണം. അവിടെ വേറെ എങ്ങും പോകൂടാതെ. ശരി ശരി. അത് വെപ്രാളം ഇതാകും. ഓ ഒരുമാതിരി നല്ല സമാധാനം. സമാധാനം മറ്റുമല്ലേ ആന്തരിക്കുള്ള കാശ് മറ്റുള്ള എല്ലാം ഇങ്ങനെ കിടക്കും. കാരണം ആയിട്ടൊന്നും പോവില്ല. എല്ലാം പണി തരാം. പിന്നെ ഡ്രസ്സ് ഇഷ്ടം പോലെ ഡ്രസ്സ് கிடைக்கும். ഡ്രസ്സ് ആളുകൾ വാങ്ങി തരും. അതൊക്കൊന്നും ഒരു കുഴവില്ല. ഒരു മനസ്സിൽ ഒരു നിമ്മതി ഇതുവരെ കിടക്കല്ലേ. 4 വർഷമായി. നിമ്മതി കിടക്കല്ല. ഇല്ല, അയ്യ ഉണ്ട്, കൂടെ ഉണ്ട്, ശിവനുണ്ട്, അമ്മയുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ല ഉണ്ടെങ്കിലും മനസ്സിലൊരു ഉറപ്പ് കിടക്കില്ല. ആരുമേ ഇല്ല. അയ്യാ ചൊല്ലത് നീ ഭയപ്പെട വേണ്ട, ആൾ ചൊല്ലാൻ മനസ്സിലാകുമാ? நம்ம മനസ്സ് നമുക്ക് தெரியும். അയ്യാക്ക് தெரியும். മനസ്സിക്ക് ചെയ്യാം. അത് സ്വന്തമായിട്ടില്ല. ചൊല്ലിനകത്തും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് എന്താ ചെയ്യും? ഒന്നും தெரியாது. கடவுளை எங்க இருக்குன்னு அவருக்கு தெரியாது. ஐயா உண்டான்னு தெரியாது. வடக்கவாசல் எங்க இருக்குன்னு கேட்டா ஒன்றும் தெரியாது. அவருக்கு தெரியாது. ஐயா உண்டுன்னு கேட்டா அது தெரியாது. சாப்பாடு உண்டு, காசு கிடைக்கும், படுக்கலாம். മറ്റുള്ള ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ശരി ശരി ശരി. അപ്പൊ എന്നെ പോലെ ഉള്ളതിനാകും ചീനി ഉരുമാതി ഉരുക്കിയിരിക്കാം. എല്ലാം ചെയ്യണം അയ്യാ, എല്ലാം ചെയ്യണം. ആയിട്ട് ചൊല്ലത് ஐயாட்ட சொல்ல வேண்டியதான். ஐயாட்ட சொல்லியாலும் நேரத்தில் சொன்னது நீங்க நில்லு, உடச்சு நில்லு. உடச்சு நின்னாதான் நடந்தது. சோதனைகளை தாங்கணும். எந்த சோதனை வந்தாலும் ஐயாவட்ட சொல்லி தாங்கணும். தாங்கி நிற்கணும். தாங்கி நின்னா அவர் துணை இருப்பாரு இல்லையா? அது ஜனங்கள் சொன்னா മനസ്സിലാവാது. அவள் வந்த உடனே ஏதாவது கிடைக்கணும். அப்போ ഞാൻ അത് കേട്ടില്ല. പേടിച്ച് അങ്ങ് റൂമിൽ പോയിരിക്കാം. அப்படி இல்லையா? 2 മണിക്കൂർ പേടിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കാം. പതിന് അത് കിട്ടണത് വാങ്ങി 11 മണിക്ക് അങ്ങ് പോയി റൂമിൽ പോയിരിക്കാം. റൂമിൽ എത്ര നേരം ഇരിക്കുമോ? தனிமையில கஷ்டமா இருக்கும். இங்க வந்தாச்சு 4 ஆளை பார்க்கலாம். 4 ஆள் பேசுவாங்க இல்லையா? അല്ല, അതൊക്കൊന്നും പോവല്ലേ. തിരിച്ചാളുകൾ വരുവാ. തിരിച്ചാളുകൾ വന്ന് പേശുവാ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചൊല്ലുവാ, മകളെ ചൊല്ലുവാ. ഇല്ലെങ്കിൽ അയ്യ പോ എന്ന് ചൊല്ലിവിടുവാ. ശരി. അപ്പൊ അതൊക്കെ ഉള്ള ആൾ അയ്യ വിടുവാ. ശരി ശരി. ഇപ്പൊ ഒരു 4 നാളാഴ്ച ബൈക്കിൽ ഒരാൾ വന്ന് ചൊന്നാ നീ ഇങ്ങനെ വിട്ട് പോവാറ്, നീ ഇവിടെ തന്നെ അങ്ങ് റോഡിൽ നിന്ന് വരുമ്പോ ഒരു 1:30 മണിയാവും. അങ്ങ് ശുശീൻ്റെ അടുത്ത് അങ്ങ് കോവിൽ പോയിട്ട് ഇങ്ങനെ വന്നതാകും. ഇങ്ങനെ ഞാൻ കോവിൽ പോണത് കൂടെ അങ്ങ് ശുശീൻ്റെ അടുത്ത് അങ്ങോട്ട് പോകും. അപ്പൊ ഒരു 2:30 മണിയാഴ്ച മത്തിയാണ്. അപ്പൊ സ്കൂൾ ബൈക്കിൽ വന്നിട്ട് നീ ഭയപ്പെടണ്ട, നീ നില്ല്, നീ എതൊക്കെ ഭയപ്പെടണം, ഞാൻ പോയിട്ട് വരാം പോകണം. എനിക്ക് தெரியாது. என்ன பார்த்துக்க தெரியாது. சரி. அப்போ இப்போ பிள்ளைகளை மனைவியெல்லாம் பார்க்க ஆசை உண்டா? இல்ல, ஒரு ஆசையும் இல்லை. அப்படி ஒரு ஆசையும் இல்லை. அந்த அளவு கொடுமை அனுபவிச்சியா? இல்ல, அவரு இப்போ என்ன அவரு தேடி தெரியா எதுக்கு என்ன கூட்டி கொண்டு போகுது. அப்படியே உங்களை மேல ஆசை அவங்களுக்கு இருக்கு. என்ன தேடி தெரியா? எனக்கு ஆசையும் உங்களுக்கு வெறுப்பு. அதே விட்டாச்சு. அன்னைக்கு இந்த மாதிரி வெளியிறக்கி விட்டதுனால இனி வேண்டாம். இனி ஐயா போதும். ஐயா உண்டு. ஐயா இதுவரை ஒன்றும் சொல்லல. இது இல்லை. சரி. எனக்கு நீ இங்கே நில்லு, நீங்க நில்லு, நீ உடனே பயப்படல, நீங்க உடனே நில்லு, எனக்கு ஞானமுണ്ട്. அதுக்கு ஒரൊറ്റ ബലത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുക. சரி சரி. அந்த காலத்துல என்ன படிச்சீங்க நீங்க? நான் படிப்பொന്നും இல்ல. படிப்பொന്നും இல்ல. சின்ன வயசுல ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. 9 പേരും നൈറ്റും പകലും சாப்பாடு இல்ல. அந்த காலத்துல നൈറ്റ് മക്കളെ മാത്രം കൊടുക്കുക. വയസ്സ് ഇപ്പോൾ 70 ആവുമാ? ഇല്ല, കൂടുതലായി. 78 ആവണം. 78. ഓ. அப்போ இப்போ இந்த பிரச்சனை ஆகும். நடக்க முடியல. ஃபுட்பால் பைசா இங்கே ஆச்சு. ஃபுட்பால் காசு ஆச்சு. குறவாக்கி தரான்னு சொல்லிட்டு குறவாவில்லை. சமாதானமாக தான் ஆகும் இல்லையா? இப்படி ஆகாது. கூடிட்டே இருக்கா. அந்த மூட்டை அடிச்சிருந்த அந்த சைக்கிள் மூட்டை அடிச்சுட்டு சாப்பாடும் இல்லை, மக்களை படுத்தினா. அப்போ அதுக்கு பிறகு இப்போ எச்சம் குறைஞ்சப்போ நடக்க முடியல இல்லையா? அது இப்போ ஐயா உள்ள பேரில் லைட்டுக்கு பக்கத்து பக்கம் கொஞ்சம் நடக்கிறேன். இங்கே வேலைக்கு போகிறதுக்குள்ள இந்த ஒன்றும் செய்ய முடியாது இல்லையா? அதனால ரொம்ப கஷ்டமாக இருக்கு. ஐயாட்டு கேட்டு நாளைக்கு அடிச்சு கொள்ளாத എന്തെങ്കിലും ഒരു വഴി അടിതായാന്ന് കേട്ടിരിക്കാം. சரி சரி. அந்த வேற ஆடி சொல்லுது. இப்போ இங்கே வந்தால் ஒரு நிம்மதி இருக்கு. நிம்மதியுண்டு. இங்கே வந்து நிம்மதி இருக்கு. പക്ഷേ മനുഷ്യന് சொன்னா മനസ്സിലാവാது இல்லையா? சரி. அவருக்கு காசு கொடுக்கணும், அதில் கூட நடக்கணும். ஓ அப்படி.
இங்கே உள்ள ஆளுகள்கிட்ட சேரணும், சேர்ந்து கிட்டதில் பாதி அவைகளை கொடுക്കണം. അത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അടിക്കുക. ഓ ചണ്ടയ്ക്ക് വരുമോ? ചണ്ടയ്ക്ക് വരുമോ? ഓ അതെല്ലാം തരണം ചെയ്താൽ നിൽക്കാം. அப்படி நிற்கிறது. എല്ലാം തരണം ചെയ്താൽ നിൽക്കാം. சரி. നീ ഏതാ വിഷയം ഉണ്ടെങ്കിൽ അയ്യാട്ട് പോയി ചൊല്ലുങ്കോ. ഇങ്ങോട്ടൊന്നും വരാതെ ഞാൻ എങ്കിൽ இந்த ஊருകാരനല്ലേ, நான் மறு ஊருകാരനാകും. ഞാൻ கொஞ்சம் 2 മണിക്കൂർ എങ്കിൽ ഇരിക്കാം, അത് കഴിഞ്ഞ് റൂമിൽ പോവാം. ചൊല്ലി വച്ചിരിക്കാം. പിന്നെ அந்த கடைகளை மும்பில் மானேது 2000 ரூபா வாடகை வரும். அதுக்கு அதுകൊണ്ട് பேடியில்லை, ரோட்டில் தான் கிடக்கும். அங்கே வீட்டு சாதனம் இங்கே கொண்டு வந்தாச்சு. வீட்டு சாதனம் இல்லைங்க பரவாயில்லை. ரெண்டு வேணும், 2 வீட்டு ட்ரெஸ் வேணும். இங்கே எல்லாம் போகிறேன். இது இப்போ உடனே போக முடியல. அந்த சாதனம் எங்கே கொண்டு போடுறது? இப்போ ஏடுவாசிக்கு எல்லாம் தெரியுமா உங்களுக்கு? இல்லை, ഞാൻ எடுத்து செய்யாது. ஓ ஏடுவாசிக்கு ஒன்று தெரியாது. சரி, ஐயாவுடைய வசனம் ஒன்று சொல்லுவீங்களா? ஐயாவோட வசனம் இதுதான், வேற ஒன்றுக்கு தெரியாது. ஒன்று தான். அது என்ன அந்த வசனத்தில் ஒன்று சொல்லுங்க. இல்ல வசனம் தான் என்ன? ஐயா சிவசிவான்னு சொல்லுவாங்க. ஐயா சிவசிவா, ஐயா சிவசிவா அரகரா, அதான் ஐயா சொல்லியிருக்கேன். வேற ஒன்றும் இல்லை. இல்லை வேற ஐயா சிவசிவா அரகரா, இது மட்டும் நீ சொன்னா போதும், வேற ஒன்றும் பார்க்கணும். வேற ஒன்றும் பார்க்க வேண்டாம். நான் பார்த்துலான்னு சொல்லியிருக்கு. அதை சொல்லியிருக்கேன், வெக்க வச்சுருக்கேன். சரி. அது കളവൊന്നും ഇല്ല. சரி. ഒരു ബന്ധമില്ല. അത് എപ്പോഴും നീ എന്നെ നടിച്ച് ചെയ്യുക, അതും നീ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ശരി സ്വാമി. വിളക്കരിഞ്ഞിട്ടിരിക്കുക, റൂമിൽ വിളക്കരിഞ്ഞിട്ടിരിക്കുക. വിളക്കരിഞ്ഞ് മനസ്സിലാക്കുക, ദീപം എരിഞ്ഞിട്ടിരിക്കുക. അത് രാവിലെ വരെ അണയ്ക്കാതെ കത്തിച്ചിരിക്കുക. രാവിലെ വരെ അണയാതെ കത്തിച്ചിട്ടിരിക്കുക. ശരി, സ്വാമിയെ സന്ധിച്ചത് മിക്ക മகிழ்ச்சி. ஐயா உண்டு. ஐயா உண்டு. ஓகே.